നമസ്കാരം 140 ന്യൂസിലേക്ക് സ്വാഗതം. വിജയ് മുഖ്യമന്ത്രിയായ തമിഴ്നാട് സർക്കാർ അവതരിപ്പിച്ച ആദ്യ ബജറ്റിൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ നെഞ്ചിലേക്ക് എറിഞ്ഞു തന്നൊരു ടൈം ബോംബാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു റെഡ് അലേർട്ട്. നിലവിലെ 136 അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷിതമായ പരിധി. അതിനെ കാറ്റിൽ പറത്തി ജലനിരപ്പ് ഉയർത്താനാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ തയ്യാറാകുന്നത്. ഇത് ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും സ്വത്തിനുമാണ് ഹാനി വിതയ്ക്കുന്നത്. നൂറ്റാണ്ടിലധികം പഴക്കമുള്ള സുർക്കിയും കല്ലും ചേർത്ത് വെച്ച് നിർമ്മിച്ച അണക്കെട്ടിന്മേൽ കൂടുതൽ മർദ്ദം ചെലുത്തിയാൽ വിള്ളലുകൾ വീണ് ഡാം തകരുകയല്ലാതെ മറ്റെന്താണ് സംഭവിക്കുക? പ്രകൃതിയാ തന്നെ ശക്തമായ ഭൂകമ്പ സാധ്യത നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് കൂടുതൽ വെള്ളം സംഭരിക്കുന്നതിലൂടെ 4 ജില്ലകൾക്ക് സംഭവിക്കാൻ പോകുന്നത് ചെറിയൊരു അപകടമല്ല എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു ഫേസ്ബുക്ക് കമന്റ് കാണാനിടയായി. അതിൽ അദ്ദേഹം പറയുന്നത്, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ പണയം വെച്ചുള്ള ഈ കളിയിൽ സ്വയം രക്ഷപ്പെടാൻ മലയാളികൾ മുൻകൂട്ടി ലൈഫ് ജാക്കറ്റുകൾ വാങ്ങി വെക്കുന്നതാവും ഇനി ബുദ്ധി എന്നാണ്. മാത്രമല്ല, അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. സിനിമകളിൽ കാണുന്നത് പോലെ ഡാം പൊട്ടുമ്പോൾ ആകാശത്തു നിന്ന് പറന്നു വന്ന് നമ്മളെ ഒരൊറ്റയാൾ പോരാട്ടത്തിലൂടെ രക്ഷിക്കാൻ ഒരു മാസ് ഹീറോ യഥാർത്ഥ ജീവിതത്തിൽ അവതരിക്കില്ലെന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണമെന്നുമാണ്. ശരിക്കും സത്യമായ ഒരു കാര്യമാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് പോലെ, എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ സിനിമാ താരങ്ങളോ സാംസ്കാരിക നായകന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ മിണ്ടാതിരിക്കുന്നത്? തമിഴ്നാട്ടിൽ നിലവിൽ കാവേരി നദീജല തർക്കത്തിൽ കർണാടക അർഹതപ്പെട്ട വെള്ളം കൊടുക്കുന്നില്ല എന്ന വിഷയം നടക്കുന്നുണ്ട്. എന്നാൽ ഇതും പറഞ്ഞ് കർണാടകയിൽ ചെന്ന് ചൊറിയാൻ വിജയ്ക്ക് പറ്റില്ല. അവിടെ കാലുകുത്താൻ പോലും സമ്മതിക്കില്ലെന്ന് അവർ വ്യക്തമായ നിലപാടെടുത്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എളുപ്പവഴി കാവേരി ഒഴിവാക്കി ചോദിക്കാനും പറയാനും ആളില്ലാത്ത കേരളത്തിന്റെ മുല്ലപ്പെരിയാറിൽ നിന്ന് അർഹതപ്പെട്ടതിലും കൂടുതൽ നേടിയെടുക്കുക എന്നതാണ് അവരുടെ തന്ത്രം. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട സമയമാണിപ്പോൾ. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ എന്ന സത്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക.